നമസ്കാരം. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിലാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ വിജയം അവർ കൈവരിച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പടക്കം പൊട്ടിക്കുന്നു, മധുരം പങ്കുവെക്കുന്നു, പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവർ വലിയ നിരാശയിലാണ്. 10 വർഷം അടക്കി ഭരിച്ചു, എന്നിട്ടിപ്പോൾ പരാജയപ്പെട്ടു. പിണറായി വിജയനൊക്കെ കഷ്ടിച്ചാണ് വിജയിച്ചത്. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും പരാജയപ്പെട്ടു. എന്തായാലും പരിശോധിക്കുമെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പരിശോധിക്കട്ടെ, തിരുത്തട്ടെ. ഇവിടെ ഒരു വിഭാഗം ആഹ്ലാദം പങ്കുവെക്കുന്നു, മറ്റൊരു വിഭാഗം നിരാശയിലേക്ക് പോയി. ഈ ഒരു സാഹചര്യത്തിൽ ഇരു കൂട്ടർക്കും ആഹ്ലാദിക്കാൻ വക നൽകുന്ന ചില പരാജയങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ പരാജയത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് അപ്പനെയും മോനെയും വീട്ടിലിരുത്തി പൂഞ്ഞാറുകാരും പാലാക്കാരും നല്ല പണി കൊടുത്തു. ഒരിക്കലും സഭ കാണാൻ നിങ്ങൾ ആയിട്ടില്ല എന്നാണ് ഇവിടുത്തെ വോട്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് പൂഞ്ഞാറിൽ നേടിയിരിക്കുന്നത് 36,177 വോട്ടാണ്. അവിടെ UDF നേടിയിരിക്കുന്നത് 56,900 വോട്ടാണ്. LDF സംബന്ധിച്ചിടത്തോളം 50,270 വോട്ടുകൾ അവർക്ക് നേടാനായിട്ടുണ്ട്. പി സി ജോർജ് ഒരുപാട് പുറകോട്ട് പോയി. അതുപോലെ തന്നെ പാലായിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ്. ഷോൺ ജോർജിന് അവിടെ നേടാനായിരിക്കുന്നത് 35,304 വോട്ടാണ്. അവിടെ വിജയിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ്. അദ്ദേഹത്തിന് 50,799 വോട്ടുകൾ നേടാനായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അവിടെ ജോസ് കെ മാണിയാണ്, ഇവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി. എന്തായാലും കേരള കോൺഗ്രസ് മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് അവരുടെ ഇല പൊഴിഞ്ഞ ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ജോസ് കെ മാണിക്ക് നേടാനായിട്ടുള്ളത് 47,808 വോട്ടുകളാണ്. അതായത് ഷോൺ ജോർജ് വെറും 35,304 വോട്ടുകൾ മാത്രം നേടി വീട്ടിലേക്ക് പോയി. പി സി ജോർജ് 36,177 വോട്ടുകൾ പൂഞ്ഞാറിൽ നേടി അദ്ദേഹവും വീട്ടിലിരുന്നു. സഭ കാണാനായിട്ടില്ല, സഭ കാണിക്കാറായിട്ടില്ല എന്ന ഒരു നിലപാട് അവിടുത്തെ വോട്ടർമാർ തീരുമാനിച്ചിരിക്കുന്നു, വോട്ടർമാർ എടുത്തിരിക്കുന്നു. അതേസമയം ഈ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് അവരും ഇപ്പോൾ സഭയിൽ നിന്ന് ഈ രണ്ടു കൂട്ടരെയും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ബിഷപ്പ്മാർക്കെതിരെയും അതുപോലെ തന്നെ മെത്രാന്മാർക്കെതിരെയും ഒക്കെ പി സി ജോർജിന്റെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്കെതിരെ ശക്തമായി രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മളൊക്കെ കണ്ടു. അതായത് ഒരേ സമയം ഈ മതമേലധ്യക്ഷന്മാർ കൈകാര്യം ചെയ്യുന്ന സഭയിൽ നിന്നും ആ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇവരെ അടുപ്പിക്കാതായി, അതുപോലെ തന്നെ നിയമസഭയിലേക്കും കയറണ്ട എന്ന് വോട്ടർമാർ തീരുമാനിച്ചു. കേരളം മൊത്തത്തിൽ ആഘോഷിക്കുകയാണ് ഈ രണ്ട് പരാജയങ്ങൾ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിജയവും പരാജയവുമായി ബന്ധപ്പെട്ട് ആഹ്ലാദവും നിരാശയും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഏവരും ഒരുമിച്ച് ഈ രണ്ട് പരാജയം ഇവിടെ ആഘോഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്.